കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന് വീണ്ടും തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ്. കടമെടുപ്പ് പരിധിയിലെ കേരളത്തിന്റെ പ്രധാന ഹർജി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ്. ഓരോ സംസ്ഥാനത്തിനും എത്ര രൂപ കടമെടുക്കാമെന്ന് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. കൂടുതൽ കടമെടുക്കാൻ കേരളത്തിന് നിലവിൽ അനുവാദമില്ല. തൽക്കാലം കടമെടുക്കാൻ കേന്ദ്ര നിബന്ധനകൾ പാലിക്കണം. ഭരണഘടനയുടെ 293 അനുച്ഛേദം ഇതുവരെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. അതിനാൽ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടതാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥ് എന്നിവരടങ്ങിയ 2-അംഗ ബെഞ്ചാണ് ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. 1 വർഷം അധിക കടമെടുത്താൽ അടുത്ത വർഷത്തിൽ നിന്ന് അത് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. കേരളത്തിന് കിട്ടേണ്ട 13,600 കോടി രൂപ കേന്ദ്രം നൽകി കഴിഞ്ഞു. ഇതിനുശേഷം 5,000 കോടി നൽകാമെന്നായിരുന്നു കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ 5,000 കോടി ഈ സാമ്പത്തിക വർഷത്തിൽ നിന്ന് കുറയ്ക്കാമെന്നും കോടതി വ്യക്തമാക്കി. ഇത് കേരളത്തിന്റെ വിഷയം മാത്രമാണെങ്കിലും ഈ വിഷയം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പല സംസ്ഥാനങ്ങളെയും ബാധിക്കുന്നതാണ്. കേന്ദ്രത്തിന് സംസ്ഥാനത്തിനും ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് വിശദമായ വാദം കേൾക്കേണ്ടി വരുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഒരു സംസ്ഥാനത്തിന് മാത്രമായി ഹർജി പരിഗണിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.